ഹായ്, നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത പോർഷൻ പറഞ്ഞാൽ എഡിറ്റ് ഓപ്ഷനുള്ള ടൂൾസ്, മൂവ്, പുഷ് പുൾ അങ്ങനെയുള്ള ടൂൾസ്. ഇത് ലാർജ് ടൂൾ സെറ്റിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. അത് എഡിറ്റ് ടൂൾസ് ഓൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് എടുക്കുന്നത്. എഡിറ്റ് ടൂൾസ് ഓഫ് ആക്കി അവിടെ കാണാനില്ല. അപ്പോൾ ഒന്നെങ്കിൽ എഡിറ്റ് ടൂൾസ് ഇവിടുന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് യൂസ് ചെയ്യുക. ഏതാണോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഇത് എഡ്ജ്, ഇത് ഫേസ്, ഇത് വെർട്ടെക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇത് മൂവ് ടൂൾ യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു വെർട്ടെക്സ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മൂവ് ആവും. മൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു എക്സ്ട്രാ എഡ്ജ് വന്നു. ഇനി ഫേസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫേസ് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ ഫേസ് മൂവ് ആവണം. ഇനി എഡ്ജ് ക്ലിക്ക് ചെയ്തിട്ട് എഡ്ജ് മൂവ് ചെയ്യുമ്പോഴും എങ്ങനെ വേണമെങ്കിലും മൂവ് ആവാം. ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ആവും. ഇനി ഇപ്പോൾ നമ്മൾ ഒരു ലൈനാണ് മൂവ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ലൈൻ. ഇപ്പോൾ ഒരു ഫേസിന് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് കോർണർ പോയിന്റ് മൂവ് ചെയ്യും ഷേപ്പേ മാറും. ആ കോർണർ പോയിന്റ് മൊത്തത്തിൽ മാറും. അപ്പം എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ക്യൂബ് മൊത്തമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ക്യൂബ് മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുക. മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. എവിടെയും നിൽക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ ആദ്യം നിൽക്കുന്ന പോയിന്റ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ആ പോയിന്റിനനുസരിച്ചാണ് മൂവ് ചെയ്യുക. ആ പോയിന്റ് ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഈ കോർണറോ അല്ലെങ്കിൽ ഈ കോർണറോ ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് എവിടേക്കാണോ വേണ്ടത്? ഇപ്പോൾ ഈ കോർണർ പോയിന്റിൻ്റെ അവിടേക്ക് വരുമ്പോൾ എൻഡ് പോയിന്റ് കൊണ്ട് കാണിക്കണ്ട. അപ്പോൾ അവിടെ നിൽക്കുക, അത് മൂവായി. ഇനി ആ മൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റും കൂടിയിട്ട് ഇപ്പോൾ സെയിം ആയിട്ടിരിക്കും. ഇനി മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂവ് ആവുക. അതാണ് മൂവ് ടൂളിൻ്റെ യൂസേജ്. മൂവ് ടൂള് ക്ലിക്ക് ചെയ്താൽ മൗസിൻ്റെ കേഴ്സർ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ ആദ്യമൊരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. മൂവ് ടൂൾ യൂസ് ചെയ്തു, അതിനുശേഷം ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം എവിടേക്ക് വെച്ചാൽ മൂവ് ചെയ്യുക. ഇപ്പോൾ മൂവ് ചെയ്യാൻ എളുപ്പത്തിന് അങ്ങനെ ചെയ്യണം. ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്യണമാണ് ഏറ്റവും നല്ലത്. ഈ മൂവ് ടൂൾ തന്നെ നമുക്ക് കോപ്പി ചെയ്യാനും അറേ ചെയ്യാനും യൂസ് ചെയ്യും. മൂവ് ടൂൾ ഉപയോഗിച്ച് തന്നെ കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്യൂബ് കോപ്പി കിട്ടണമെങ്കിൽ ആദ്യം ഈ ക്യൂബ് മൊത്തം സെലക്ട് ചെയ്തു, അതിനുശേഷം മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കോപ്പി കിട്ടണമെങ്കിൽ മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ കൺട്രോൾ കീ പ്രസ് അമർത്തുക. കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ നമുക്ക് കോപ്പി കിട്ടും. കൺട്രോൾ കീ പ്രസ് ചെയ്തപ്പോൾ കോപ്പി കിട്ടി. ഇനി കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണോ ഇപ്പോൾ മൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ 100 ഡിസ്റ്റൻസിലാണ് വേണ്ടതെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തു, 100 അടിച്ചു, 100 എൻ്റർ. അപ്പോൾ നമുക്ക് 100 ഡിസ്റ്റൻസിൽ അതിൻ്റെ കോപ്പി കിട്ടി. അങ്ങനെയാണ് കോപ്പി എടുക്കുക. നമുക്ക് മൂവ് ചെയ്യുമ്പോഴും ഡയറക്ഷൻ അനുസരിച്ച് മൂവ് ചെയ്യുക. അതായത് മൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഡയറക്ഷൻ ആണെങ്കിൽ റെഡ് ഡയറക്ഷൻ, ഗ്രീൻ ഡയറക്ഷൻ, നമുക്ക് ബ്ലൂ ഡയറക്ഷൻ അപ്പം എങ്ങനെ അത് നമുക്ക് കീബോർഡത്തെ കീ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കീബോർഡത്തെ ആരോ കീസ് യൂസ് ചെയ്യാം. കീബോർഡത്തെ ആരോ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. പിന്നെ നമുക്ക് ക്യൂബ് കോപ്പി എടുക്കണമെങ്കിൽ സാധാ കൺട്രോൾ C കൺട്രോൾ V അങ്ങനെയും കോപ്പി എടുക്കുക. അതായത് ഒബ്ജക്റ്റ് മൊത്തം ക്ലിക്ക് ചെയ്തു, കൺട്രോൾ C കൺട്രോൾ V. ഇപ്പോൾ അതിൻ്റെ കോപ്പി അത് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. പക്ഷെ അത് നമുക്ക് ഒരു കൃത്യമായിട്ട് കോപ്പി ചെയ്യുമ്പോൾ ഒരു വൃത്തിയിൽ കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ കൺട്രോൾ പ്ലസ് മൂവ് യൂസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.